ഒരു സദ്ഗുരു എല്ലാ രീതിയിലും പൂർണ്ണനാണ്, നേടേണ്ട എല്ലാം നേടിയിട്ടുണ്ട്. ദുഃഖിക്കുന്ന ജീവസമൂഹത്തോടുള്ള കാരുണ്യം മാത്രമാണ് ഗുരുവിനെ ലോകത്തോട് ബന്ധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗുരുവിന് ശിഷ്യനോട് തോന്നുന്ന സ്നേഹവും വാത്സല്യവും തീർത്തും നിഷ്കാമമാണ്. ചിലപ്പോൾ ഒരുവന് ശിഷ്യന് വേണ്ട യാതൊരു ഗുണവും ഉണ്ടാകില്ല. സത്യത്തിൽ നിന്നും മുഖം തിരിച്ച് സ്വന്തം വാസനകൾക്കും ആഗ്രഹങ്ങൾക്കും അടിമയായി കഴിയുന്നവനാകാം. എങ്കിലും ഗുരുവിന് അപ്പോഴും അവനോട് കാരുണ്യം തോന്നാം. അവൻ്റെ എല്ലാ കുറ്റങ്ങളും കുറവുകളും അവഗണിച്ച് എങ്ങനെയെങ്കിലും അവനെ രക്ഷിക്കണമെന്ന ആഗ്രഹമായിരിക്കും ഗുരുവിന്. അതിനുവേണ്ടി ഗുരു പരിശ്രമിക്കുകയും കഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യും. എത്ര ക്ഷമിച്ചും എത്ര സഹിച്ചും ശിഷ്യനെ ഉദ്ധരിക്കാൻ ഗുരു ശ്രമിക്കും. ഒരിക്കൽ ഒരു ഗുരുവിൻ്റെ അടുത്ത് ഒരു പയ്യനെയും കൊണ്ട് ചെന്നു. ഇപ്പം ഭിക്ഷയെടുത്ത് നടക്കുന്നൊരു പയ്യനാണ്. അച്ഛനും അമ്മയും ആരെന്നറിയില്ല. അങ്ങ് അവനായിട്ടെടുത്ത് നോക്കണം. എനിക്ക് കഴിവില്ല, എനിക്ക് കാരണം തോന്നി അവനെ പിടിച്ചുകൊണ്ട് വന്നതാണ്. ഗുരു പറഞ്ഞൂടെ നിർത്താൻ പറയും. ഗുരുകുലത്തിലും ആ ഒരു വിളയാട്ട് തന്നെ നടന്നു. ഒരു അച്ചടക്കം ഒതുക്കമൊന്നുമില്ല. പക്ഷേ ഈ ഗുരുവിനാണ് ഈ പയ്യനോട് വളരെ സ്നേഹമാണ്. മറ്റ് ശിഷ്യർ നമ്മൾ ധ്യാനിക്കുന്നു, ജപിക്കുന്നു, നമ്മളോടൊന്നും കാട്ടാത്ത ഇവരൊന്നുമില്ല. അവർ കുസൃത കാണിച്ചും മോട്ടിച്ചും ഒക്കെ നടക്കുകയാണ്. ഇവനെന്താ ഗുരു ഇത്ര അറ്റൻഷൻ കൊടുക്കുന്നത് മനസ്സിലാകുന്നില്ല. അപ്പം ഈ ശിഷ്യന്മാർക്ക് ഭയങ്കര അസൂയയും ദേഷ്യമൊക്കെ വരാൻ തുടങ്ങി. അപ്പം ഈ സ്നേഹം കൂടുതൽ കൊടുക്കും തോറും അപ്പം നന്നാകുന്നൊന്നുമില്ല, വീണ്ടും കുസൃതിയിലിട്ട് പോകുന്നതായിട്ടൊക്കെയാണ് കാണുന്നത്. ഗുരുവിൽ തന്നെ മോട്ടിക്കുന്നുണ്ട്. മോട്ടിച്ചിട്ട് ഓരോന്ന് സാധനങ്ങൾ മേടിച്ച് കഴിക്കുക, പലതും കാണാതെ പോകും. പക്ഷേ ഇപ്പം എന്നെ എടുക്കുന്ന മനസ്സിലാകും. പക്ഷെ ഗുരു പിന്നെ ഇവന് കൂടുതൽ വാത്സല്യങ്ങൾ കൊടുക്കുകയാണ്. അപ്പം ഇത് കണ്ട് ശിഷ്യന്മാരൊക്കെ വല്ലാണ്ട് ദേഷ്യമായി. ഇവന് ഒരു സംസ്കാരവും ഇല്ലല്ലോ, ഒരു വഴി ഭിക്ഷയെടുത്ത് നടന്ന പയ്യൻ, ഇവൻ ഇത്ര വാത്സല്യം കൊടുക്കുന്നു, ഇവിടെ വന്നിട്ട് യാതൊരു മാറ്റവുമില്ല, എന്നിട്ട് സ്നേഹിക്കുന്നു. എന്ത് ഗുരു എന്ന പക്ഷപാതം കാണിക്കുന്നത്? സദ്ഗുരുവാണ് ഇങ്ങനെ പക്ഷപാതം കാണിക്കുമോ എന്നുള്ള ചിന്ത ഇങ്ങനെ വരാൻ കൂടി മറ്റു ശിഷ്യന്മാർക്ക് വരാനും തുടങ്ങി. അസൂയും ദേഷ്യവും. ഒരു ദിവസം പിന്നെ ആശ്രമത്തിൻ്റെ പൈസ എടുത്തിട്ട് പുറത്തോട്ട് പോയി. പുറത്തെ കൂട്ടുകാരുമായിട്ടാണല്ലോ കൂടുന്നത്. അവനെ തിരക്കിയിട്ടും കണ്ടില്ല. പിറ്റേ ദിവസം ശിഷ്യന്മാരെല്ലാം പറഞ്ഞു, അങ്ങയുടെ പുന്നാര മോനുണ്ടല്ലോ റോഡ് കിടപ്പുണ്ട്, കുടിച്ച് ലെവലില്ലാതെ. രാത്രിയിലാണ് ഇത് പറയുന്നത്. അപ്പോൾ ഗുരു ഇറങ്ങിപ്പോയി. ചിലപ്പോൾ വഴിയിൽ കിടന്നുറങ്ങുകയാണ്. അവൻ ഉണർത്തണ്ട, ഇങ്ങനെ കുടിച്ച രീതിയൊക്കെ കൊണ്ടുപോയാൽ മറ്റു ശിഷ്യന്മാർ പ്രശ്നം ഉണ്ടാക്കുമെന്ന് വെച്ച് ഗുരുവിൻ്റെ ദേഹത്തെ രണ്ടാമുണ്ട് കമ്പിളി എടുത്ത് ഈ ശിഷ്യനെ പുതച്ച് കൊടുത്ത്. അവ ഉറങ്ങുകയില്ലേനും ഉണർത്തണ്ട. ഗുരു തിരിച്ചു വന്നു. അനാഥ പയ്യന് രാവിലെ ഉണർന്നപ്പോൾ ഒരു കമ്പിളി മുണ്ടുകൊണ്ട് ചൂടിരിക്കുന്നു. അപ്പോൾ ഇത് ഗുരുവിന് രണ്ടാമുണ്ടാന്ന് മനസ്സിലായി. വളരെ ദുഃഖവും തോന്നി, വിഷമിച്ച് പൊട്ടിക്കരയാൻ തുടങ്ങി. കരഞ്ഞിട്ട് ഈ കമ്പിളിയും മുണ്ടും കയ്യിലെടുത്ത് ഗുരുവിൻ്റെ പാദത്ത് വന്ന് നമസ്കരിച്ച് കരഞ്ഞ് കണ്ണുനീര് കൊണ്ട് ആ പാദം കഴുകി. ഇനി ഞാനൊരു തെറ്റും ചെയ്യില്ല, അങ്ങനെ സ്വീകരിക്കണം വേണ്ട കരഞ്ഞ് പ്രാർത്ഥിച്ച് സമർപ്പിച്ച്. പിന്നെ ആ പയ്യൻ അവിടുത്തെ ജോലികളെല്ലാം ചെയ്യുക, വൃത്തിയായി ചെയ്യുക, ശ്രദ്ധയായി ചെയ്യുക, നിഷ്ഠകൾ പാലിക്കുക. അങ്ങനെ കവിതകളൊക്കെ എഴുതാൻ തുടങ്ങി. അങ്ങനെ മറ്റേ ശിഷ്യരെക്കാൾ ഉയർന്ന് ശ്രദ്ധയായി വരികയും ചെയ്യും. അപ്പോൾ എല്ലാവർക്കും അങ്ങ് അതിശയം ഇവൻ്റെ മാറ്റങ്ങൾ കണ്ടിട്ട്. നമ്മൾ ഇത്ര നാളിലൂടെ ജീവിച്ചിട്ട് സേവനമോ ധ്യാനമോ ഇത്ര ചെയ്തില്ല, അവൻ കണ്ട് ഇത്ര ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മറ്റേവരും ഇവനെ കണ്ടിട്ട് പിന്നെ പഠിക്കാം. അപ്പം അവർക്കൂടി മാതൃകയായ രീതിയിൽ ഈ അനാഥപ്പയ്യൻ വളരാൻ തുടങ്ങി. അപ്പോൾ ഗുരുവിനെ അവൻ്റെ നാളത്തെ ഭാവിയെപ്പറ്റി അറിയാൻ സാധിക്കുള്ളൂ. ചിലവർ വളരെ നല്ലവർ ചീത്തയാകാം, ചിലവർ ചീത്തയുള്ളവർ നന്നാകാം. അത് ഗുരുവിനെ അറിയാൻ പറ്റുള്ളൂ. ഗുരു വെറുത്തെങ്കിൽ പിന്നെ അവൻ ലോകത്തിന് നാശം മുഴുവൻ ഉണ്ടാക്കി. കൊള്ളയും കൊലപാതകവും കള്ളത്തരവും ഒക്കെ ചെയ്തേ. അപ്പം ഇതേപോലെ നീങ്ങിയതുകൊണ്ട് ആ ലോകത്തിനെ രക്ഷിക്കരുത്. ഇത് ശിഷ്യന്മാർക്കറിയില്ല, അവിടെ കാഴ്ചപ്പാട് വേറൊന്നാണ്. മറ്റുള്ള കാഴ്ചയിൽ കരിക്കട്ടയായിരിക്കാം, ആ കക്കരിയിൽ വൈരമുണ്ടെന്നുള്ള ഗുരുവിനെ കാണാൻ പറ്റുള്ളൂ. അവരുടെ കാഴ്ചപ്പാടും നമ്മുടെ കാഴ്ചപ്പാടും വേറെയാണ്. ശിഷ്യ എപ്പോഴും അവരുടെ തലത്തിലായി.